ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വുമൺസ് ഡേ ആശംസകൾ. സത്യത്തിൽ നമുക്ക് ഈ ഒരു ദിവസം ഇങ്ങനെ ഓർക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് സത്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ ഈ ഒരു ഫീൽഡ്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വുമൺസ് ഡേ വിഷ് ചെയ്യാറുണ്ട്. ബട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ വർഷം കൂടുന്തോറും വുമൺസ് ഒരുപാട് പേര്, ലേഡീസ് ഒത്തിരി പേര് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് കേട്ടോ. കാരണം ഒരുപാട് പേര് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ ഒരു ഇൻകം നമ്മൾ ഏൺ ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ്, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല, നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ഏൺ ചെയ്യണം എന്നുള്ള ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് അത് ബിലീവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഒത്തിരി സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ലേഡീസ് എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കാനുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരാൾ ആയിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്നത്. അന്നത്തെ ഒരു കാലത്തെന്ന് വെച്ചാൽ വീട്ടിൽ ശരിക്കും പറഞ്ഞപ്പോൾ ആദ്യം ലേഡീസ് എന്ന് വെച്ചാൽ എന്താണ്, ശരിക്കും ചെറുപ്പത്തിൽ പാരൻസ് കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ നോക്കുക. ദെൻ അത് കഴിയുമ്പോൾ ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡ്, ദെൻ മക്കൾ, അങ്ങനെ പോകുന്നു. അപ്പോൾ എപ്പോഴും ഒരു രീതിയിലുള്ള ഫ്രീഡം ഇല്ല. സെക്കൻഡ് തിങ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർ. കാരണം എപ്പോഴും നമുക്ക് ആരെങ്കിലും എല്ലാവരും മേടിച്ച് തരും, അത് മേടിച്ച് തരുന്നത് നമ്മൾ മേടിച്ച് യൂസ് ചെയ്ത് അങ്ങനെ ജീവിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഉള്ള ഒരാളായിട്ട് മാത്രമാണ് സാധാരണ രീതിയിൽ ആൾക്കാർ ആ ഒരു സമയത്തൊക്കെ കണ്ടിരുന്നത്. ബട്ട് ഇന്ന് ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലം പിള്ളേരാണെങ്കിലും ഇന്നത്തെ ജനറേഷനിൽ കുട്ടികളാണെങ്കിലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കല്യാണം എന്നുള്ള ഒരു സംഭവമൊന്നും ഇപ്പോൾ വേണ്ട. നമുക്ക് വേണ്ടത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് നല്ല രീതിയിൽ പറയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. സോ നമുക്കതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എപ്പോഴും നമ്മുടെ ലൈഫിലൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മാരേജ് മാത്രമല്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതിനുള്ളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ദൈവം എല്ലാ മനുഷ്യനും ഒരേപോലെ എന്ത് തന്നിട്ടുണ്ട്? കഴിവുകൾ, പല രീതിയിലുള്ള കഴിവുകളാണ്. പക്ഷെ എല്ലാവർക്കും തന്നിട്ടുണ്ട് കഴിവ്. ആ കഴിവിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സക്സസ് ആരെ കൊണ്ടും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. സോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ടൈം, ഒരു ദിവസത്തിൽ നമ്മൾ 24 hours ഒരു 1 hour അല്ലെങ്കിൽ ഒരു ½ hour എങ്കിലും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ശരിക്കും നമ്മളെന്താണ്, നമ്മളെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിൽ, നമുക്ക് എല്ലാവരും, ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ വന്നിട്ടുള്ളത് ഓരോ പർപ്പസ് ഉണ്ട്. സോ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി, അപ്പോൾ അത് എന്താണ്, ഞാൻ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് കഴിവുള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കാൻ ട്രൈ ചെയ്യുക. എപ്പോഴും നമ്മൾ പറയൂല്ലേ, നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്താണെന്നൊന്നും ഇന്ന് വരെ അവർക്ക് മനസ്സിലായില്ല, ഇവർക്ക് മനസ്സിലായില്ല എന്നൊക്കെ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. ബട്ട് ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്താണെന്നുള്ളത് 100% അറിയുന്നത് ആക്ച്വലി നമുക്ക് മാത്രമായിരിക്കത്തുള്ളൂ അല്ലേ. നമ്മളുടെ പോസിറ്റീവായിട്ടും നല്ലതും ചീത്തയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മളുടെ നല്ലൊരു ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിൽ പോലും നമുക്ക് 100% ഒന്നും പറയില്ല. ഈവൻ നമ്മളുടെ ഹസ്ബൻഡാണെങ്കിൽ പോലും 100% അറിയത്തില്ല. നമ്മളുടെ നല്ല പാർട്ട്ണറാണെങ്കിലും, അതുപോലെ തന്നെ പാരൻസ് ആണെങ്കിലും, നമ്മളുടെ ആരാണെങ്കിൽ പോലും നമ്മളെക്കുറിച്ച് അങ്ങനെ 100% ഇയാൾ ഇന്നതാണ്, അല്ലെങ്കിൽ മക്കളാണെങ്കിൽ പോലും ഇങ്ങനെയാണ്, ഒരു മക്കളെക്കുറിച്ച് പോലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മക്കൾ എന്തെല്ലാം ക്രൈം നടക്കണം, എന്തുകൊണ്ട് പാരൻസിന് പോലും മക്കളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആർക്കും ആരെയും അറിയത്തില്ല. എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് നമ്മളെന്താണ്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. മറ്റുള്ള ഒരാൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അത് അവരുടെ മാത്രം കാര്യം.
നമുക്കറിയില്ല. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുക, നമ്മളോട് സംസാരിക്കുക, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് ഉള്ളത് അതിനെ തിരിച്ചറിയുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ പറയും, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം, ഒരുപാട് പൈസ ഉണ്ടാക്കിയാൽ നമ്മുടെ ലൈഫ് ഭയങ്കര സക്സസ് ആണെന്നുള്ളത്. നമ്മൾ ഇവിടെയും പറയുന്നത് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നാണ്. ബട്ട് എന്നാലും നമ്മൾ ഈ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് സക്സസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ കഴിവിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. സോ ആ കഴിവ് എന്താണെന്ന് ഏത് ടൈമിലാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ ടൈം മുതൽ നിങ്ങളുടെ സക്സസ് ആണ് ശരിക്കും ലൈഫിൽ. അതാണ് നിങ്ങളുടെ സക്സസ്. പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കഴിവെന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ പാഷൻ. ആ പാഷന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. മനസ്സിലായോ? അത് നമ്മളെല്ലാവരും നമ്മളുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളെ മനസ്സിലാക്കാനും നമ്മളെന്താണെന്ന് അറിയുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, നമ്മുടെ കഴിവ് എന്താണെന്ന്. അപ്പോൾ അതിനെ തിരിച്ചറിയുക. എപ്പോഴും ഞാനിത് ഇത്രയും പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരുപാട് ലേഡീസ് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ പഠിക്കാനൊക്കെ ആയിട്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത് 50 വയസ്സ്, 55 വയസ്സ്, 58 വയസ്സ്, 60 വയസ്സും 62 വയസ്സിലും വരാറുണ്ട്. ആക്ച്വലി നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഉള്ളിൽ നമുക്ക് വിഷമമാണ് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. രണ്ട് രീതിയിൽ എനിക്ക് തോന്നും. ഒന്ന്, നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ആ ഒരു ഏജിലും അവർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഭയങ്കര പോസിറ്റീവാണ്. അതിലൊന്നും നമുക്ക് പറയാനില്ല. ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോഴും അവർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടൈമിലും അവർക്ക് എന്താ പറയുക, ഞാൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് നമ്മളോട് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. കാരണം ഈ ഒരു ടൈം കഴിഞ്ഞിട്ടും അവർ ലൈഫിൽ അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. കാരണം ആരും ഇല്ലാതാവുന്ന ഒരു സമയം, ഇപ്പം നമുക്ക് തോന്നുന്നു നല്ല പ്രായത്തിൽ ഓക്കെ നമ്മളുടെ ചുറ്റും കുറേ പേരുണ്ട്, ഇതൊന്നും എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടായിന്ന് വരില്ല. ഒരു ടൈമിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആയിരുന്നെങ്കിൽ പോലും നമ്മളുടെ കാര്യത്തിന് നമുക്ക് ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ലായിരുന്നു. സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഹെൽത്ത് പോയി, എല്ലാം പോയിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ച് പിന്നെ അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കി, അത് നമ്മൾ എത്രത്തോളം പെയിൻഫുള്ളാണ് ലൈഫിൽ. കാരണം ഏറ്റവും നല്ല പ്രായം നമ്മൾ ഒന്നും ചെയ്യാതെ എന്ന് വെച്ചാൽ ആക്ച്വലി ശരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം, ഒരിക്കലും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. അത് ചെയ്യാതെ ഇരുന്നിട്ട് ഒരു ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം കൂടെ ഞാൻ എന്തെങ്കിലും ചെയ്യണം, ജീവിക്കണ്ടേ എന്ന് വിചാരിച്ച് ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എല്ലാവരും എൻജോയ് ചെയ്തിരിക്കേണ്ട സമയമാണ്. ഒരു 50 അല്ലെങ്കിൽ 60 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ടൈമാണ്. ആ ഒരു ടൈമിൽ ഇനിയെങ്കിലും ഒന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ ജീവിതത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പെയിൻഫുള്ളാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട്, വരുന്നുണ്ട്, പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയും, ദൈവം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പഠിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഏത് പ്രായത്തിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോഴും ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു, കുഴപ്പമില്ല, നമുക്കും ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഫീൽ വരും. ബട്ട് എന്നാൽ പോലും അതിൽ നിന്ന് ഒരു രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് കയറാൻ, ജീവിക്കാൻ വേറെ വഴിയില്ലാതെ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം കൂടെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. അത് ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മളൊരു ഇൻകം ഉണ്ടാക്കിയേ പറ്റൂ. ഇനിയുള്ള കാലത്ത് നമുക്കതില്ല, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പൈസ ഏൺ ചെയ്യണം. സോ അത് നല്ല രീതിയിൽ നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ നമുക്കുള്ള കഴിവ് മനസ്സിലാക്കി അതിന് വേണ്ടി വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. സോ ഉറപ്പായിട്ട് നമുക്കതിലേക്ക് എത്താൻ പറ്റും. പലവരും പറയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽപ്പിന് ആരുമില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോൺഫിഡൻസ് വരേണ്ടത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. നമ്മളുണ്ട്. ആദ്യം നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓരോരുത്തർ ഇങ്ങനെ പേടിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ ഉറച്ച് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കോൺഫിഡൻസ് ആണോ,
നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ചുറ്റും വരും. പക്ഷെ അതിന് ഫസ്റ്റ് നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ടാണ് അത് ബിലീവ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം അത്രയും സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു മോട്ടിവേഷനാണ്. സോ ഉറപ്പായിട്ടും ഈ ലോകം നമുക്ക് ചുറ്റും ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല, അത് സത്യമായിട്ടുള്ള വേർഡാണ്. സോ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരും ഇല്ലെങ്കിലും നമ്മളുടെ കൂടെ ദൈവം ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് കിട്ടും. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ സ്ട്രോങ് ആകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനിയും ഇങ്ങനെ നമ്മളുടെ ഹെൽത്തൊക്കെ കളഞ്ഞ് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുക, നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേര് നോക്കിക്കഴിഞ്ഞാൽ പല പല അസുഖങ്ങളായിട്ട് ഇരിക്കുന്നവരാണ്. അതേ സമയത്ത് നല്ല ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കൂ, ലേഡീസ്, അവർ എല്ലായ്പ്പോഴും അവർ ആക്റ്റീവാണ്, അവർക്കൊരു അസുഖമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പല പ്രശ്നങ്ങളും പല അസുഖങ്ങളും. പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പറയും അത് ഡിപ്രഷനായി. എന്താണ് അങ്ങനെ ആവുന്നത്? കാരണം നമുക്ക് ഓവർ തിങ്കിങ് അല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നമുക്ക് പല പല അസുഖങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. സോ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. ഇതിനെല്ലാം വേണ്ടത് നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മളൊരു ബിസി ഷെഡ്യൂളാക്കി കൊണ്ടുപോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. നമ്മളെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കണം, വേണ്ടെന്നല്ല, ഫാമിലി, വീട് എല്ലാം നോക്കുക. അതിൽ കൂടെ നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ പാഷൻ, നമുക്ക് വേണ്ടി കൂടി നമ്മൾ ജീവിക്കാൻ വിട്ടുപോകരുത്. ഈ ലോകത്ത് വന്ന എല്ലാവരുടെയും റൈറ്റാണ് അവരവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. എല്ലാവരുടെയും റൈറ്റാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ, നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നഷ്ടം നമ്മൾക്ക് മാത്രമേ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വേണ്ടി കൂടി നമ്മൾ ടൈം മാറ്റി വയ്ക്കുക. നമ്മളെന്താണോ നമുക്ക് കഴിവ് ഉള്ളത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഒന്നും പേടി വേണ്ട. നമുക്ക് കൊണ്ട് ഇന്നത് പറ്റില്ല, അയ്യോ എന്നെ നോക്കാനോ അല്ലെങ്കിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാനോ എൻ്റെ കൂടെ ആരുമില്ല, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം സ്ട്രോങ് ആയിട്ട് അതിലേക്ക് നിൽക്കുക. ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കോളും. അപ്പോൾ ഓരോരുത്തരും ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് ലേഡീസ് ഒരുപാട് കഴിവുണ്ട്. പക്ഷേ ചെയ്യാതിരിക്കുന്ന ഒന്നും എന്നിട്ട് പോലും വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും. നല്ല പ്രായത്തിൽ ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ അത് ചെയ്തില്ലല്ലോ. കാരണം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഹെൽത്ത് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്താഗ്രഹിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കഴിവ്, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആരുടെ മുമ്പിലും തലകുനിക്കരുത്. സെൽഫ് റെസ്പെക്റ്റ് അത് നിർബന്ധം ഓരോ ലേഡീസിനും വേണ്ട ഒരു കാര്യമാണ്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഓരോരുത്തരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അത് തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും അവരവരുടെ ലൈഫ് അവരവരുടെ കയ്യിലാണ്. അപ്പോൾ അതിനുവേണ്ടി ആലോചിച്ച് ഇനിയെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ടിപ്സായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താഴെ കമൻറ്റ് ചെയ്യൂ. ബൈ.